ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ സൺഡേ ആണല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ചു വാട്ട ഇരുന്നേ ചെയ്യാമെന്ന്. എഴുന്നേറ്റ് ഫ്രഷ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി വെള്ളം ചൂടാക്കി കുടിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ബ്ലൂബെറീസും സോക്ക്ഡ് ആൽമണ്ട്സും കഴിച്ചു. പിന്നെ പുട്ടുണ്ടാക്കി, നല്ല ചൂട് പുട്ടും മട്ടൻ കറിയാണ് കേട്ടോ. പുട്ടിന് പുട്ടും മട്ടനും എന്താ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ പപ്പടം ഉണ്ടായി. ഇങ്ങനെ ഇവരെ മൂന്നുപേരും കൂടെ ഒന്നിപ്പിച്ച് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അവസാനിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചായയും കുടിച്ചു. പിന്നെ ഒരു 11:30 ആയിക്കഴിഞ്ഞപ്പോൾ കുറച്ച് മുന്തിരി എടുത്ത് കഴുകി അത് കഴിച്ചു. നല്ല മധുരമുള്ള മുന്തിരിയായിരുന്നു കേട്ടോ. പിന്നെ ഒരു 1 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ചു. ലഞ്ചിന് നമുക്ക് രാവിലത്തെ മട്ടൻ കറിയും ചീരവളത്തും മാങ്ങച്ചാറും ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു മിഷ്ടി കഴിച്ചു. ഇതൊരു ബംഗാൾ സ്വീറ്റാണ്. മിഷ്ടി എന്ന് വെച്ചാൽ മധുരം എന്നാണ്. മധുരമുള്ള തൈരാണത്. പിന്നെ അത് കഴിഞ്ഞ് ഫിലിം കണ്ടുകൊണ്ടിരുന്നപ്പോൾ കുർക്കുറെ കഴിച്ചു. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കായ വറുത്തത് ഇരിക്കണ്ടായിരുന്നു, അത് കഴിച്ചു. ഇവിടെ അങ്ങനെ കായ വറുത്തത് അങ്ങനെ കിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നബൂൻ്റെ വീട്ടിൽ പോയി. നബൂൻ്റെ വീട്ടിലായിരുന്നു ഡിന്നർ. അപ്പോൾ അവിടെ നിന്ന് ബിസ്ക്കറ്റും ചായയും കഴിച്ചു. അത് കഴിഞ്ഞൊരു 8 മണിയൊക്കെ ആയപ്പോൾ ഡിന്നർ കഴിച്ചു. ये पुलाव है, नबू स्पेशल, ये अचार है घर का, दूध थोड़ा सा, फर्स्ट टाइम का चला लेके रेडिश, हाँ ये सोर है, सोर थोड़ा सा खट्टा खट्टा है, हाँ नींबू है ना, नींबू ഇതിനെന്താ ടേസ്റ്റ് അറിയോ? മസ്റ്റർഡ് കാ ടേസ്റ്റ്. हाँ मस्टर्ड. पुली ഉണ്ടാച്ചു. ഇതല്ല നമ്മുടെ കാരക്കയുടെ പോലെ. ये ठीक है, कार के जैसा लग रही है. पसंद आ गई इसमें से. हाँ है ना, मुझे भी इसलिए इसका बहुत सारा था, यही मैं खाया. അങ്ങനെ നമ്മളൊരു അടിപൊളി ഡിന്നറൊക്കെ കഴിച്ച് നബൂനോട് ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് ഓട്ടോ പിടിച്ച് നേരെ വീട്ടിലേക്ക് പോയി.